മെയ് 1 ലോക തൊഴിലാളി ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും നടന്ന മെയ് ദിന റാലിയിലും സമ്മേളനങ്ങളിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. സാർവദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി CITU, AITUC, TUCI, KTUC തുടങ്ങിയ വിവിധ സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. ചേർത്തല നഗരം ചുറ്റി ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കുവശം സമാപിച്ച പ്രകടനത്തിന് ശേഷം നടന്ന സമ്മേളനം CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ രണ്ടര മാസമായിട്ട് ഇറാന് നേരെയുള്ള ആക്രമണം ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ഇറാൻ എന്ന് പറയുന്നത് സ്വന്തം രാജ്യം, ആ രാജ്യത്തിനെ ആക്രമിക്കുകയാണ്, അവിടെ മിസൈലുകൾ ഉപയോഗിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവരും തിരിച്ച് പ്രയോഗിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ഏതാണ്ട് 2.5 മാസക്കാലമായി ലോകം നിശ്ചലമാണ്. ആ ഇറാന്റെ നേരെയുള്ള ഈ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതം ലോകത്തെമ്പാടും വന്നു. എന്നല്ല നമ്മുടെ എല്ലാം വീടുകളിലേക്കും എത്തിയത്. പാചകവാതക ഗ്യാസിൻ്റെ വില ഭയങ്കരമായ രൂപത്തിൽ കുതിച്ചുയർന്നു. നമ്മുടെ സിലിണ്ടറുകൾ കിട്ടാനേ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തി. പല കടകളും ഹോട്ടലുകളും എല്ലാം അടച്ചുപൂട്ടി. അതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി വീടുകളിലെ ഗ്യാസ് എപ്പോൾ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഗ്യാസിൻ്റെ വിലയാണെങ്കിൽ ഭയങ്കരമായ രൂപത്തിൽ കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ, ഏറ്റവും നല്ല ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാണ്ട് ഒരു ബാരലിന് $125 കഴിഞ്ഞു, ഡോളർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, ലോകത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഭയങ്കരമായ രൂപത്തിൽ കുതിച്ചുയരുന്നു. ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കടലിടുക്ക്, ഹോസ്ബിക് കടലിടുക്ക്, അതിലൂടെയാണ് ഈ ചരക്കുകളെല്ലാം കൊണ്ടുവരുന്നത്. അവിടെ അമേരിക്ക പ്രശ്നം സൃഷ്ടിക്കുകയാണ്. അഡ്വക്കേറ്റ് K. പ്രസാദ്, MC സിദ്ധാർത്ഥൻ, NR ബാബുരാജ്, VT ജോസഫ്, B. വിനോദ്, സുരേശ്വരി ഘോഷ്, CE അഗസ്റ്റിൻ, AP പ്രകാശൻ, VA പരമേശ്വരൻ, KP പുഷ്കരൻ, A. സാബു, K. സലിം, VN സുരേഷ് ബാബു, KP പ്രതാപൻ, ജോയ്സി കമ്പക്കാരൻ, PV മോഹനൻ, KK ചന്ദ്രബാബു, നിർമ്മല സെൽവരാജ്, ഷേർലി ഭാർഗവൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു.